പാതിവില പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച സംഘടനയ്ക്കുള്ളിൽ നേരത്തെ തന്നെ തർക്കം ആരംഭിച്ചിരുന്നുവെന്നതിന് തെളിവ് പുറത്ത്. പണം നിക്ഷേപിച്ചവർക്ക് വാഹനം കിട്ടാതായതോടെ NGO കോൺഫെഡറേഷൻ യോഗത്തിൽ ചോദ്യം ഉയർന്നപ്പോൾ ആനന്ദ്കുമാറും അനന്തു കൃഷ്ണനും തമ്മിലുണ്ടായ സംഭാഷണത്തിന്റെ ഓഡിയോ ആണ് ന്യൂസ് 18 ലഭിച്ചത്. ഇനി ആരിൽ നിന്നും പണം സ്വീകരിക്കരുത് എന്ന് ആനന്ദ്കുമാർ പറയുമ്പോൾ പണം തിരികെ നൽകാൻ തനിക്ക് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് അനന്തു കൃഷ്ണന്റെ മറുപടി. എന്നാൽ CSR ഫണ്ട് എത്തിക്കുമെന്ന ആനന്ദ്കുമാറിന്റെ ഉറപ്പ് പാളിയതാണ് പദ്ധതി പൊളിയാൻ കാരണം എന്നാണ് അനന്തു കൃഷ്ണൻ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഓൺലൈൻ യോഗത്തിലാണ് പദ്ധതിയുടെ പ്രായോഗികത സംബന്ധിച്ച് ആശങ്ക ഉയർന്നത്. ഇതോടെ ഇനി ആരിൽ നിന്നും പണം സ്വീകരിക്കരുത് എന്ന് ആനന്ദ്കുമാർ യോഗത്തിൽ നിലപാടെടുക്കുന്നതും ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാണ്. ഞാൻ അനന്തുവിൻ്റെ അടുക്ക് അന്നേ എനിക്ക് ഒരു 4 മാസം മുമ്പ് പറഞ്ഞു, അനന്തു 2 വീലർ 50,000 രൂപ അവർ തരുന്നു, 56,000 രൂപ നിങ്ങളിടുന്നു, നിങ്ങളുടെ കമ്പനി ഇടുന്നു, അതിൻ്റെ ഒരു സ്പ്ലിറ്റപ്പ്. ഇതാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ശരിയാണെങ്കിൽ അനന്തു ഒരു 4 or 5 തവണ ഞാൻ ചോദിച്ചു അതിൻ്റെ ഒരു സ്പ്ലിറ്റപ്പ് പറയാനായിട്ട്. ഇപ്പം എൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ എൻ്റെ സായി ട്രസ്റ്റിനെ കുറിച്ച് ഒരു കാര്യം പറയാനായിട്ട് എനിക്ക് 2 മിനിറ്റ് മതി. അതിൻ്റെ സ്പ്ലിറ്റപ്പ് എന്നുള്ളത് ഞാൻ മീൻ ചെയ്തത് ഒരു വാക്ക് എന്നുള്ളതല്ല. ഞാൻ മീൻ ചെയ്തത് 56,000 രൂപ നിങ്ങളുടെ കമ്പനി ഇടുമ്പോൾ അതിൽ 10,000 രൂപ മാർക്കറ്റിംഗ് ഫണ്ടാണ്, അതിൽ 20,000 രൂപ ഇന്ന ഫണ്ടാണ്, അതിൽ 30,000 രൂപ വേറെ ഏതെങ്കിലും പാർട്ടി തന്നതാണ്. ഇങ്ങനെ ഒരു വാർത്തയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇപ്പോഴും ആ ഒരു കാര്യത്തിന് ഒരു യഥാർത്ഥ മറുപടി കിട്ടിയിട്ടില്ല. ഇതില് എൻ്റെ ഒരു അഭ്യർത്ഥന, ചെയർമാൻ ഉൾപ്പെടെ 1 രൂപ ഈ ഇന്നത്തെ ദിവസം മുതൽ 1 രൂപ മേടിക്കുകയോ മേടിച്ചതിന് അയച്ചു എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യുകയോ പാടില്ല, ദയവ് ചെയ്ത്. ആരിൽ നിന്നും പണം സ്വീകരിക്കില്ലെന്ന് യോഗത്തിൽ നിലപാടെടുത്ത അനന്തു കൃഷ്ണൻ പിരിച്ച പണത്തിന് തനിക്ക് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട് എന്നും യോഗത്തിൽ ഉറപ്പു നൽകുന്നുണ്ട്. തനിക്ക് പണം വന്ന വഴിയും അനന്തു യോഗത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതല്ലാതെ ഇതിനകത്ത് 1 രൂപ കോൺഫെഡറേഷൻ, ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഞാൻ രാവിലെ ശിവചേച്ചി വിളിച്ചപ്പോഴും പറഞ്ഞു, നമുക്ക് ഇന്ന് സാറിന് ഞാൻ വോയിസ് ഇട്ടപ്പോഴും പറഞ്ഞു, ഇന്നിത് ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരാളും എവിടെയാണ് ഞങ്ങളുടെ പൈസ എന്ന് ചോദിക്കാത്ത വിധത്തിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ കഴിയുന്നത് പോലെ അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഫിനാൻഷ്യൽസ് പറയാനുള്ളത്. ഓരോന്നിനും ഇത്രയും അധികം പേയ്മെന്റ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ആരുടെയും ഉറക്കമോ നിങ്ങൾക്ക് ആർക്കുമോ ഒരു പ്രതിസന്ധി ഉണ്ടാകാത്ത വിധത്തിലാണ് എല്ലാ എഗ്രിമെന്റുകളും ചെയ്ത്. കോൺഫെഡറേഷന്റെ ഡീഡിൽ പോലും അനന്തു കൃഷ്ണന്റെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പാണ് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇതൊന്നുമല്ല പിടിയിലായ ശേഷം അനന്തു കൃഷ്ണൻ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. ആനന്ദ്കുമാർ ഉറപ്പുകൾ പാലിച്ചില്ല എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. മാധ്യമങ്ങളോടും ഇത് ആവർത്തിച്ചു. ഫണ്ടിങ്ങിലുണ്ടായിട്ടുള്ള തടസ്സമാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇത് വന്നിട്ടുള്ളത്. NGO കോൺഫെഡറേഷന്റെ ചെയർമാൻ ആയിരുന്ന ആനന്ദ്കുമാർ സാറ് വിവിധ CSR ഏജൻസികളിൽ നിന്ന്, വിവിധ കമ്പനികളിൽ നിന്നുള്ള സാമ്പത്തിക സമാഹരണം പറഞ്ഞിരുന്നു. അത് നടക്കാതെ പോയതിലൂടെ സംഭവിച്ചിട്ടുള്ള പ്രതിസന്ധി. അദ്ദേഹമാണ് ചെയർമാൻ, അദ്ദേഹമാണ് NGO കോൺഫെഡറേഷന്റെ ചെയർമാൻ. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, ഈ തട്ടിപ്പ് പുറത്തു വരുന്നതിന് മുമ്പ് ഈ ആനന്ദ്കുമാറും അനന്തു കൃഷ്ണനും എല്ലാം സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. അതിനിടയിൽ ഇവർക്കിടയിൽ തർക്കമുണ്ടാകുന്നു എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ ശബ്ദ സന്ദേശത്തിന്റെ ഒരു കാലഘട്ടം, ഏകദേശ കാലഘട്ടം എന്നത് വ്യക്തമാകുന്നുണ്ടോ? അന്ന് ഈ വിവിധ NGOകൾ വഴി അല്ലെങ്കിൽ സൊസൈറ്റികൾ, സംഘടനകൾ വഴി പിരിച്ചെടുത്തിട്ടുള്ള പണം, അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം അനന്തു ഏൽക്കുന്നു എന്നത് തന്നെയാണല്ലോ ആ ശബ്ദത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അഭിലാഷ്, തീർച്ചയായിട്ടും ഇത് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു യോഗമാണ്. കൃത്യമായി പറഞ്ഞാൽ തീയതി നമുക്കറിയാമെങ്കിൽ കൂടിയും അതിൻ്റെ ഓതന്റിസിറ്റി സംശയമുള്ളത് കൊണ്ട് തന്നെ ആ തീയതി നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നില്ല. പക്ഷേ മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു യോഗമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഒരു കാര്യം വ്യക്തമാണ്, ഈ സംഘടനയ്ക്കുള്ളിൽ ഈ NGO കോൺഫെഡറേഷനകത്ത് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച സംശയങ്ങളും തർക്കങ്ങളും ആരംഭിച്ചിരുന്നു. കാരണം അനന്തു കൃഷ്ണൻ വലിയ പദ്ധതി പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും ഒരു വിഭാഗം ഈ പണം എന്തുകൊണ്ട്, എങ്ങനെ ചെലവഴിക്കപ്പെടുന്നു, ഇതിൻ്റെ കൃത്യമായ സ്പ്ലിറ്റപ്പ് എങ്ങനെയാണ്, ഇത് സംബന്ധിച്ചൊരു വ്യക്തത ആ കോൺഫെഡറേഷൻ്റെ അംഗങ്ങൾക്ക് പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നതാണ് സാഹചര്യം. ഇവിടെ ആനന്ദ്കുമാർ തൻ്റെ വാദം ന്യായീകരിക്കുന്ന തരത്തിലാണ്
ഈ ഒരു ഓഡിയോ സംഭാഷണത്തിൽ പറയുന്നെങ്കിൽ കൂടിയും ഇതിന് ശേഷം ആനന്ദകുമാർ പിന്നീട് ആനന്ദകുമാറും അനന്തകൃഷ്ണനും ചേർന്ന് ഒന്നിച്ച് പല പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുകയും വീണ്ടും നിക്ഷേപകരെ ആകർഷിക്കാനുള്ള പല പദ്ധതികളുടെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ പരിപാടിയിലടക്കം ആനന്ദകുമാർ മുഖ്യ ഇടനിലക്കാരനായിരുന്നു എന്ന കാര്യം കൂടി നമുക്കറിയാം. അതുകൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നു. ഈ സംഭാഷണത്തിന്റെ ഒരു ചുരുക്കം ഇങ്ങനെയാണ്. ഈ ഓൺലൈനായി നടന്ന ഒരു യോഗമാണ്. ആ യോഗത്തിൽ ഇവരുടെ ബോർഡ് മീറ്റിംഗ് യോഗമാണ്, കോൺഫറൻസിന്റെ ബോർഡ് മീറ്റിംഗ് യോഗത്തിലാണ്. ആ ബോർഡ് യോഗത്തിൽ ആനന്ദകുമാർ തന്റെ സംശയങ്ങൾ ഉന്നയിക്കുന്നത് ഇങ്ങനെയാണ്. കാരണം ഈ പിരിച്ചെടുക്കുന്ന പണം അത് ചെലവഴിക്കുന്ന രീതി എങ്ങനെയാണ്, എത്ര രൂപയാണ് വരുന്നത്, അത് നിക്ഷേപകരുടെ വിഹിതം എന്താണ്, CSR ഫണ്ട് എത്രയാണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. പക്ഷേ അനന്തകൃഷ്ണൻ ഇത് കൃത്യമായ മറുപടി നൽകുന്നില്ല. ഇതുവരെയും അനന്തകൃഷ്ണൻ അത് മറുപടി നൽകിയിട്ടില്ല എന്ന വാദം ഉന്നയിച്ചു തന്നെയാണ് പുതിയൊരു നിർദ്ദേശം ഈ ആനന്ദകുമാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഇനി മുതൽ നിക്ഷേപം സ്വീകരിക്കരുത് എന്ന വാദം വയ്ക്കുന്നത്. അത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ നിക്ഷേപം സ്വീകരിക്കരുത് എന്നതാണ് ആ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്ന കാര്യം. പക്ഷേ അതിൻ്റെ തീയതിയും വർഷവും നമുക്ക് കൃത്യമായി പറയുക വയ്യ. കാരണം അത് ആ വ്യക്തതയിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, എന്തായാലും ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഇവർക്കിടയിൽ തർക്കമുണ്ടായിരുന്നു എന്ന കാര്യം വസ്തുതയാണ്. അതേസമയം ഈ അനന്തകൃഷ്ണൻ പറയുന്ന കാര്യം, ഈ പിരിച്ച പണത്തിൽ തനിക്ക് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട്. ഈ സോഷ്യൽ ബി എന്ന കമ്പനി രൂപീകരിച്ചതിൻ്റെ കാരണം പോലും അനന്തകൃഷ്ണൻ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്. സോഷ്യൽ ബി എന്ന കമ്പനിയുടെ പേരിടാനും അതിന് പൊതുവിലുള്ളൊരു പങ്കാളിത്തം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. മാത്രമല്ല ഈ കമ്പനി പൂർണ്ണമായും തൻ്റെ ഉടമസ്ഥതയിലാണ്. അതുകൊണ്ട് ഈ പണത്തിന് ആർക്കും ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ആർക്കും ഇതിൻ്റെ പണം തിരികെ കൊടുക്കാതിരുന്ന പ്രതിസന്ധി ഉണ്ടായാൽ താൻ മാത്രമായിരിക്കും എൻ്റെ ഉത്തരവാദി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഈ അനന്തകൃഷ്ണൻ ഇതിൽ പറയുന്നതുമുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ഇപ്പോൾ ഈ നൂറുകണക്കിന് പരാതികളായി ഉയരുന്ന സാമ്പത്തിക തട്ടിപ്പ് നേരത്തെ തന്നെ അതിൽ സംശയമുണ്ടായിരുന്നു. പുറത്തു വന്നത് ഇപ്പോൾ മാത്രം, പരാതികൾ വന്നപ്പോൾ മാത്രമാണിത് ഈ തരത്തിൽ വാർത്തകളിലും പോലീസ് കേസുകളുമായി നിറയുന്നതെന്ന് മാത്രം. പക്ഷേ ഒരു വർഷത്തിലധികം മുമ്പേ ഇത് പ്രതിസന്ധിയായിരുന്നു. ഇത് സംബന്ധിച്ച കൃത്യമായ ആശയക്കുഴപ്പമുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാവും. യെസ്, അതോടൊപ്പം ഇതിലിപ്പോൾ ഈ പുറത്തു വന്നതിന് ശേഷം, അതായത് ഈ തട്ടിപ്പ് പുറത്തു വന്നതിന് ശേഷം അനന്തു മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രതികരണം, പോലീസിന് നൽകിയിട്ടുള്ള പ്രതികരണങ്ങളിൽ ഒക്കെ പ്രതിസ്ഥാനത്തേക്ക് മറ്റുള്ളവരെ കൂടി എത്തിക്കുവാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. ഇതിന്റെ വസ്തുത എന്ത് എന്നത് പോലീസ് അന്വേഷിച്ച് പുറത്തു വരുമ്പോൾ മാത്രമേ വ്യക്തത കൈവരികയുള്ളൂ. ഇതിൽ തന്നെ മറ്റുള്ളവർക്ക് എത്രത്തോളം പങ്കുണ്ട്, അനന്തു ഒറ്റയ്ക്ക് നടത്തിയ തട്ടിപ്പാണോ, അല്ലെങ്കിൽ CSR ഫണ്ട് ഉപയോഗിച്ച് പല സേവനങ്ങളും സമൂഹത്തിൽ നടക്കാറുണ്ട്. അതിൽ ഇത്തരം സേവനങ്ങൾക്ക് CSR ഫണ്ട് എത്രത്തോളം ചെലവാക്കാൻ സാധിക്കും, അതിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. പക്ഷേ എന്തായാലും ഈ തട്ടിപ്പ് പുറത്തു വന്നതിന് ശേഷം അനന്തു ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമല്ലല്ലോ നടത്തുന്നത് എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സജിത്ത്? അഭിലാഷ്, അത് പ്രസക്തമാണ്. കാരണം ഈ അനന്തകൃഷ്ണൻ ഇപ്പോൾ ഈ പദ്ധതി പൊളിഞ്ഞതിനും ഇത്തരത്തിൽ ജനങ്ങളോട് ഉത്തരവാദിത്തം പറയേണ്ടതിൻ്റെയും പൂർണ്ണ ഉത്തരവാദിത്തം ആനന്ദകുമാറിനാണ് എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. പോലീസിന് നൽകിയ മൊഴിയും പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞതുമൊക്കെ നമ്മൾ കേട്ടതാണ്. അതാണ് അനന്തകൃഷ്ണൻ എടുത്ത് നൽകിയിരിക്കുന്ന നിലപാട്. അതായത് CSR ഫണ്ട് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം ആനന്ദകുമാറിനായിരുന്നു ഈ കോൺഫെഡറേഷനിൽ. പക്ഷേ ആ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ല. അതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് അനന്തകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വാദമായി ഉന്നയിക്കുന്നത്. ഒരേ സമയം ഇരുവാദവും ആനന്ദകുമാറും അതേസമയം അനന്തകൃഷ്ണനും തങ്ങളുടെ നിലപാടുകൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇരുവരും കൂട്ടുത്തരവാദികളാണ്. നിയമത്തിന് മുന്നിൽ അവർക്ക് രണ്ടുപേർക്കും തുല്യ പങ്കുണ്ട്. ഈ ആനന്ദകുമാറിന് അദ്ദേഹത്തിന് വർഷങ്ങളായി ഈ മേഖലയിലുള്ള ഒരു പരിചയവും ഗുഡ്വില്ലും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അനന്തകൃഷ്ണൻ മുന്നോട്ട് പോകുന്നത്. ആനന്ദകുമാർ ആവട്ടെ തൻ്റെ പരിചയവും ബന്ധവും ഈ പദ്ധതിയുടെ മുന്നോട്ട് പോക്കിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും നടന്ന പൊതുയോഗങ്ങളിലൊക്കെ ആനന്ദകുമാറിന്റെ സാന്നിധ്യം ഉണ്ടാവുന്നതും അങ്ങനെ തന്നെയാണ്. മാത്രമല്ല ഈ പരാതികളിലെല്ലാം അനന്തകൃഷ്ണനൊപ്പം പരാമർശിക്കുന്ന പേരുകൾ ആനന്ദകുമാറിൻ്റെതാണെന്നതും ശ്രദ്ധേയമാണ്. തീർച്ചയായും അവിടെ സജിത്ത്, നമുക്കറിയാം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകളെ, രാഷ്ട്രീയ നേതാക്കളെ, സംസ്ഥാനത്തെ മന്ത്രിമാരെ, പ്രമുഖരായ വ്യക്തിത്വങ്ങളെ, നിയമവിദഗ്ധരെയൊക്കെ ഉൾപ്പെടെ പല വേദികളിൽ അവതരിപ്പിക്കുന്നതിനും അവരെക്കുറിച്ച് പ്രശംസിക്കുന്നതിനും അതിൽ നിന്ന് തിരിച്ച് അനന്തുവിൻ്റെ ഈ ഒരു നീക്കത്തെ അവർ പ്രശംസിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. അപ്പോൾ വിദഗ്ധമായൊരു തട്ടിപ്പ് തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നത് വ്യക്തമാണ്. അനന്തു അത്രമേൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പക്ഷേ ഇനിയാണെങ്കിൽ പോലും ഇതിൻ്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോയാൽ പോലും എത്രത്തോളം ശിക്ഷിക്കപ്പെടും എന്നതിലൊക്കെ സംശയമുണ്ടാകുന്നൊരു കാര്യമാണിത്. ഇവിടെ എന്താണ്, അതായത് നേരത്തെ നടന്ന മീറ്റിങ്ങുകൾ, യോഗങ്ങൾ, അവിടെ നിന്ന് പുറത്ത് ഈ വിഷയത്തിൽ പിടിക്കപ്പെടുമ്പോൾ അനന്തു എടുക്കുന്ന നിലപാടുകൾ, മറ്റുള്ളവരിലേക്ക്
ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പശ്ചാത്തലം. അങ്ങനെ കഴിയുന്നത്ര ഈ തട്ടിപ്പിൽ നിന്ന് താൻ ഊരിപ്പോരുന്നതിന് വേണ്ടിയുള്ള പ്രാഥമികമായ നീക്കങ്ങളടക്കം ആനന്ദ് നടത്തുന്നു. അതല്ലേ ഈ പ്രാഥമികമായ മൊഴികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്? യെസ്, അഭിലാഷ്, അനന്തകൃഷ്ണൻ മാത്രമല്ല ആനന്ദകുമാറിന്റെ ശ്രമവും അതുതന്നെയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന ഈ ഓഡിയോ സംഭാഷണങ്ങളുടെ എല്ലാം ഇരുഭാഗവും തങ്ങളുടെ നിലപാടുകൾ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് പൊതുവിൽ നടത്തുന്നത്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഈ ഓഡിയോ സംഭാഷണങ്ങൾ മാധ്യമങ്ങളിലൂടെ നമുക്കടക്കം ലഭ്യമാവുന്നതിന് പിന്നിലും അത്തരം ചില നീക്കങ്ങളുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നടന്നത് ഇത് എന്നതാണ് നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നത്. അതായത് തർക്കം അവർക്കിടയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് നമ്മൾ പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതുകൊണ്ട് ഒരു വാദവും ഇരു കക്ഷികളെയും ന്യായീകരിക്കാനല്ല, ഇരുവർക്കും തുല്യമായ പങ്ക് തന്നെ ഇക്കാര്യത്തിലുണ്ട്. ഇത് വിവാദമായപ്പോൾ, പരാതി ഉയർന്നപ്പോൾ, സാമ്പത്തിക തട്ടിപ്പായി മാറിയപ്പോൾ തനിക്കതിൽ പങ്കില്ല എന്ന വാദം ഉന്നയിക്കാൻ ഇരുഭാഗവും അവരുടെ വാദമായി ഇത് ഉയർത്തുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ ഏറ്റെടുക്കുന്നില്ല. മറിച്ച് ഇതിൽ കൃത്യമായ ഇവരുടെ പങ്കുകൾ കണ്ടെത്തേണ്ടത് ക്രൈംബ്രാഞ്ച് തന്നെയാണ്. സജിത്ത് പറഞ്ഞതാണ്, അതായത് ഈ തട്ടിപ്പുമായി അല്ലെങ്കിൽ തട്ടിപ്പിൽ പെട്ടുപോയവരോ ചേർന്ന് നിന്നവരോ ഒക്കെ ഇപ്പോൾ അവരുടെ മുഖം വികൃതമല്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആണ് ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരെ ഇപ്പോൾ നിയമസഭയിൽ വീണ്ടും മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്.